ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ സിന്ധു കൃഷ്ണയുടെ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര നെഗറ്റീവായുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേഷനും കാര്യങ്ങളുമാണ്. അത് തീർക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ഏതെങ്കിലും ഇത് കണക്ക് വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അതിൽ കൊണ്ടുവന്നായിരിക്കും ഇറക്കുന്നത്. ഞങ്ങളുണ്ടെങ്കിൽ ഫാമിലിയുടെ കാര്യങ്ങളും ബാക്കിയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഡെയിലി യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത്. പക്ഷെ അതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇവരുണ്ടെങ്കിൽ എടുത്തിട്ട് ഇതിങ്ങനെ അങ്ങനെ ഞങ്ങളോട് ഭയങ്കര നെഗറ്റീവായുള്ള രീതിയിലൊക്കെയാണ് ഒരുപാട് പേരുണ്ടെങ്കിൽ സമീപിക്കുന്നത്. അതൊന്നും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എന്ത് ചെയ്താലും തെറ്റെന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് ഭയങ്കര അസൂയയും കാര്യങ്ങളുമായിട്ട് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതാണ് അതുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഞങ്ങളെ ക്യാരക്ടർ എന്തോന്ന് അറിയത്തുള്ളൂ. ഇങ്ങനത്തെ നെഗറ്റീവ് കാരണം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേണക്ക് ഓരോ വീഡിയോ പോലും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവർ നോക്കി കഴിഞ്ഞാൽ മെയിനായിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇതെല്ലാം വരുന്നത്. അല്ലെങ്കിൽ ഒരു പ്രശ്നമോ വരത്തില്ല. ഇതേ കണക്ക് ഒരുപാട് വ്ളോഗ് ചെയ്യുന്നതിൽ ഒരുപാട് ഫാമിലീസും ഉണ്ട്. അവർക്കൊന്നും വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തിട്ടുള്ളൊരു കാരണം കൊണ്ട് മാത്രമേ വരുന്നുള്ളൂ.